BJP ആസ്ഥാനത്ത് നിന്ന് സജു തോമസ് ഒപ്പം തന്നെ ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. സജുവിലേക്ക് ആദ്യം. സജു, 197 എന്ന ഒരു മാന്ത്രിക നമ്പറിലേക്ക് NDA സഖ്യം എത്തി നിൽക്കുന്നത് കാണുകയാണ്. ഒരുപക്ഷെ 200 കടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. മുഴുവൻ ഫലങ്ങളും ഡിക്ലെയർ ചെയ്യാനുള്ള സമയമാകുന്നതേയുള്ളൂ. എങ്ങനെ ഈ അവസാന നിമിഷം ഇപ്പോൾ ഒരു റിസൾട്ട് വന്നു നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് വിവിധ കക്ഷികളുടെ അടക്കം ലീഡ് നില? ജിൽസി, വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ബീഹാറിൽ NDA സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് BJP 90 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. JDU ആകട്ടെ 79 സീറ്റുകളിലാണ് നിലവിൽ ലീഡ് ചെയ്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് BJP ആസ്ഥാനത്താണ്. BJP ആസ്ഥാനത്ത് വലിയ ആഘോഷങ്ങളുമായിട്ട് പ്രവർത്തകർ എത്തിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് നേതാക്കൾ ഇവിടെ എത്തിയ പ്രവർത്തകർക്ക് മധുരമൊക്കെ വിതരണം ചെയ്തു. ഇവരുടെ ഈ പ്ലക്കാർഡുകളൊക്കെയും കാണാവുന്നതാണ്. അതായത് മോദിയെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല, മോദി ഹേ തോ മുംകിൻ ഹേ എന്നുള്ള വാചകം എഴുതിക്കൊണ്ടുള്ള മോദിയുടെ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ്. ആഘോഷങ്ങളിലേക്കാണ് ബീഹാറിൽ കടന്നിരിക്കുന്നത്. വലിയ ആഘോഷത്തിന് നിറവിലാണ് ഇപ്പോൾ BJP ആസ്ഥാനം. വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തും. അതായത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എത്തുകയാണ്. ബീഹാറിൽ തങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിജയം ഉണ്ടാക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ടൊരു വിജയം നേടാനായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ നേതാക്കളൊക്കെ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. നിലവിലെ ലീഡ് നില പരിശോധിക്കുകയാണെങ്കിൽ BJP 90 സീറ്റുകളിലും, JDU 79 സീറ്റുകളിലും, RJD 30 സീറ്റുകളിലും, LJP 20, കോൺഗ്രസ് 5 സീറ്റുകൾ, മജ്ലിസ് പാർട്ടി 5 സീറ്റ്, അതുപോലെ തന്നെ RLJP 4 സീറ്റുകൾ, അതോടൊപ്പം തന്നെ മറ്റുള്ളവർ 10 സീറ്റുകൾ. അങ്ങനെയാണ് നിലവിലത്തെ ഒരു ലീഡ് നില എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് 2010 സീറ്റ് നില. 2010 എങ്ങനെയാണ് JDU BJPയും ഉണ്ടായിരുന്നത്, അത് ആവർത്തിച്ചു എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് വന്ന എക്സിറ്റ് പോളുകളെല്ലാം തന്നെ 130-നും 160-നും 167 വരെ മാത്രമാണ് ഒരു എക്സിറ്റ് പോൾ പറഞ്ഞത്. പക്ഷേ അതിനൊക്കെയും മറികടന്നുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവസാന നിമിഷത്തിൽ കണ്ടത്. കൃത്യമായിട്ട് BJP മുൻപോട്ട് വെച്ച വികസന ആശയങ്ങൾ, അല്ലെങ്കിൽ BJPയുടെ പ്രഖ്യാപനങ്ങൾ, അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള പ്രതീക്ഷ അത് ആദ്യഘട്ടം മുതൽക്ക് തന്നെ BJPയുടെ നേതാക്കൾക്കുണ്ടായിരുന്നു. അതാണ് ഈ സമയത്ത് അവരുടെ മുഖത്തെ സന്തോഷത്തിൽ നമുക്ക് കാണുവാനാകുന്നത്. പ്രത്യേകിച്ച് BJP നേതാക്കളൊക്കെയും പറയുന്നത് വികസനോത്മകമായിട്ടുള്ള BJPയുടെ ആശയങ്ങൾ ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായിട്ട് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ മുൻപോട്ട് നീങ്ങിയത് കൃത്യമായിട്ട് ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു ലീഡിലേക്ക് ബീഹാറിലെ NDA മാറിയതെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സജു, അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇപ്പോൾ BJDയുടെയും ഒപ്പം JDUവിൻ്റെയും ഒപ്പം തന്നെ BJPയുടെയും ഒക്കെ വളർച്ച പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ തളർച്ചയുണ്ടായിരിക്കുന്നത് RJDക്കും ഒപ്പം തന്നെ കോൺഗ്രസിനുമാണ് എന്ന് എടുത്തു പറയണം. RJD ഒക്കെ വലിയ രീതിയിൽ, അതായത് 2020 അപേക്ഷിച്ച് കൂപ്പുകുത്തിയിരിക്കുന്നു. കോൺഗ്രസ് ഒറ്റ സംഖ്യയിലേക്ക് ഒതുങ്ങുന്നു. എങ്ങനെ ഈ തോൽവിയെ ന്യായീകരിക്കും? അത് ന്യായീകരിക്കാൻ ഒരു വാചകവുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗ്രൗണ്ടിൽ, പ്രത്യേകിച്ച് ഈ ബീഹാറിലേക്ക് ഇറങ്ങി സംസാരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളോട് പല കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ അവർക്ക് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളെ പറ്റി ഒന്നും അറിയില്ല. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം കൃത്യമായി അവിടെ പണിയെടുത്തില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകൊള്ള ആരോപണത്തെ പറ്റി ചോദിക്കുമ്പോൾ വോട്ടുകൊള്ള എന്നുള്ളത് എന്താണെന്ന് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് തിരിച്ചു ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് ഗ്രൗണ്ടിൽ പാർട്ടിക്ക് വേരോട്ടമില്ലാതായിട്ടുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അത് RJDക്കും JDUവിനും കോൺഗ്രസിനും പാർട്ടിക്ക് വേരോട്ടമില്ലാതായി മാറിയിരിക്കുന്നു. പാർട്ടി നിർജീവമായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പോയിരിക്കുന്ന ഈ വോട്ടുകളെല്ലാം തന്നെ RJDയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും വോട്ടുകളാണ്. 19 സീറ്റുകൾ നേടിയ കോൺഗ്രസ് ആണ് 4ലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 77 അല്ലെങ്കിൽ 75 സീറ്റുകൾ നേടിയ RJDയാണ് ഇപ്പോൾ നിലവിൽ 30 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ പോയ സീറ്റുകളെല്ലാം തന്നെ RJDയുടെയും കോൺഗ്രസിൻ്റെയും സീറ്റുകളാണ്. അത് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ, അല്ലെങ്കിൽ അത് അവസാന ഘട്ടത്തിൽ ഈ നേതാക്കളുടെയൊക്കെയും മുഖഭാവത്തിലും അവരുടെ പ്രഖ്യാപനങ്ങളിലും അവരുടെ വാചകങ്ങളിലും ഒഴുങ്ങിക്കേട്ടത് വലിയ രീതിയിൽ തന്നെ സർക്കാർ രൂപീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിന് അപ്പുറത്തേക്ക്
വലിയ രീതിയിലേക്ക് ലീഡ് നില ഉയർത്താൻ BJPക്കും അതോടൊപ്പം തന്നെ NDAക്കും ആയിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിതീഷ് കുമാറിനെ മുൻനിർത്തി, അതായത് നിതീഷ് കുമാർ എന്ന ചൂണ്ടയിൽ ബീഹാറിലെ ജനങ്ങൾ കുടുങ്ങി എന്നുള്ളത് തന്നെയാണ്. ഈ വോട്ടെടുപ്പിന് മാസങ്ങൾക്ക് മുൻപായിട്ട് പ്രഖ്യാപിച്ച 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നൽകുന്ന 10,000 രൂപ അത് വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് വലിയ തോതിൽ സ്ത്രീ വോട്ടർമാരെ JDUവിലേക്ക് അടുപ്പിച്ചത്. 2020 തെരഞ്ഞെടുപ്പിൽ 43-ൽ ചുരുങ്ങിയ JDU അത് മറികടന്ന് 80-ലേക്ക് എത്തുമ്പോൾ വലിയ മുന്നേറ്റമാണ് JDU ഉണ്ടാക്കിയിരിക്കുന്നത്. 80 സീറ്റുകൾ JDU നേടുമെന്ന് പറഞ്ഞാൽ BJPക്ക് ഒപ്പം JDU എത്തിയിരിക്കുകയാണ്. ഇരു പാർട്ടികളും മത്സരിച്ചിരുന്നത് 101 സീറ്റുകളിലാണ്. 101 സീറ്റുകൾ മത്സരിച്ചിരുന്ന ഇരു പാർട്ടികളും മത്സരിക്കുമ്പോൾ അതിൽ BJP 90 സീറ്റുകളും JDU 10 സീറ്റുകൾ, അതായത് JDUവിനേക്കാൾ 10 സീറ്റുകൾ അധികം മാത്രമാണ് BJPക്ക് നേടാനായത്. JDUവിനുള്ള വളർച്ച തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെയും അവിടുത്തെ പ്രായമായവരുടെ മനസ്സിൽ JDU അല്ലെങ്കിൽ നിതീഷ് കുമാർ എന്ന അതികായകനായിട്ടുള്ള നേതാവ്, രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്നുള്ളത് ബീഹാർ ജനത തെളിയിച്ചിരിക്കുകയാണ്.